നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം. വാട്ട് എ ഫൈറ്റ് ബാക്ക്, വാട്ട് എ ഫൈറ്റ് ബാക്ക്. വെസ്റ്റ് ഇൻഡീസ് രണ്ടാം ഇന്നിങ്സിൽ അതിശക്തമായിട്ട് തിരിച്ചടിക്കുകയാണ്. അവർ ശക്തമായി പോരടിച്ച് നിൽക്കുകയാണ്. ഇത് നമ്മൾ പ്രതീക്ഷിച്ചതല്ല. ആദ്യ ഇന്നിങ്സിൽ നമ്മൾ 518 റൺസിന് 5 എന്ന നിലയിൽ ഡിക്ലെയർ ചെയ്തിട്ട് അവരുടെ ആദ്യ ഇന്നിങ്സ് 248 എറിഞ്ഞിട്ടു. അങ്ങനെ അവരെ ഫോളോ ഓൺ ചെയ്യിച്ചപ്പോൾ പക്ഷേ കളി മാറുന്ന ഒരു സ്ഥിതിവിശേഷം. 2 വിക്കറ്റ് നഷ്ടത്തിൽ അവരിപ്പോൾ 173 റൺസ് രണ്ടാം ഇന്നിങ്സിൽ അടിച്ചിട്ടുണ്ട്. ഇനി 97 റൺസാണ് അവർക്ക് കടമുള്ളത്. അത് ആദ്യ ഇന്നിങ്സിലെ കടമാണ്. അവർ ഇപ്പോൾ ട്രയൽ ബൈ 97 റൺസ് എന്ന നിലയിലേക്ക് മാറിയിട്ടുണ്ട്. അതായത് ഇന്ത്യ രണ്ടാമത് ബാറ്റ് ചെയ്യേണ്ടി വരും എന്നൊരു ഫീൽ ഇപ്പോഴുണ്ട്. ഇതുകൊണ്ട് വെസ്റ്റ് ഇൻഡീസ് കളി പിടിച്ചു എന്നൊന്നുമല്ല. മൂന്നാം ദിവസത്തെ സ്റ്റംസിൻ്റെ സമയത്ത് തീർച്ചയായിട്ടും വെസ്റ്റ് ഇൻഡീസിൽ നിന്നൊരു ഫൈറ്റ് ബാക്ക് വന്നിരിക്കുന്നു. ഈ കളിക്കൊരു ജീവൻ വെച്ചിരിക്കുന്നു. അതാണ് നമുക്ക് പറയാൻ കഴിയുക. വെസ്റ്റ് ഇൻഡീസിൻ്റെ ആദ്യ ഇന്നിങ്സിൽ നമ്മുടെ കുൽദീപ് യാദവിൻ്റെ മാജിക്കാണ് നമ്മൾ കണ്ട. അദ്ദേഹം 5 വിക്കറ്റുകൾ പിഴുതെടുത്തപ്പോൾ അവർ വെറും 248 റൺസിന് ഓൾ ഔട്ടായി. അവരുടെ ബാറ്റിങ്ങിൽ ജോൺ ക്യാമ്പൽ 10, ടെഗ്നറൈൻ ചന്ദ്രബോൾ 34, അലി കത്തനീസ് 41, ഷായ് ഹോപ്പ് 36, റോസ്റ്റൻ ജെയ്സ് ഡക്ക്, ടെവിൻ ഇംലാച്ച് 21, ജസ്റ്റിൻ ഗ്രീവ്സ് 17, കാരി പെരെ 23, ജോമൽ വെളിക്കാൻ 1, അതുപോലെ ജെയ്ഡൻ സീൽസ് 13. അതേസമയം ആൻഡേഴ്സൺ ഫിലിപ്പ് 24 റൺസുമായിട്ട് പുറത്താകാതെ നിന്നു. ഇന്ത്യ 28 എക്സ്ട്രാസും വിട്ടുകൊടുത്തു. അങ്ങനെ 248 റൺസിന് അവർ ഓൾ ഔട്ടായി. ഇന്ത്യക്ക് വേണ്ടി കുൽദീപ് 5 വിക്കറ്റ് എടുത്തപ്പോൾ രവീന്ദ്ര ജഡേജ 3 വിക്കറ്റ് എടുത്തു. സിറാജും ബൂംറയും ഓരോ വിക്കറ്റുകളും വീഴ്ത്തിയിരുന്നു. എന്നാൽ ഫോളോ ഓൺ ചെയ്യപ്പെട്ട് രണ്ടാം ഇന്നിങ്സിൽ ബാറ്റ് ചെയ്യുമ്പോൾ തുടക്കത്തിൽ അവർക്ക് വിക്കറ്റുകൾ വീണു. പക്ഷേ അതിനുശേഷം ശക്തമായിട്ട് തിരിച്ചടിക്കുന്ന കാഴ്ചയും കണ്ടു. അവർക്ക് ടെഗ്നറൈൻ ചന്ദ്രബോളിനെ തുടക്കത്തിൽ നഷ്ടമായി. അപ്പോൾ സ്കോർ ബോർഡിൽ 17 റൺസേ ഉണ്ടായിരുന്നുള്ളൂ. സിറാജിൻ്റെ പന്തിൽ ഗില്ല് പിടിച്ച് പുറത്തായി. വെറും 10 റൺസാണ് അദ്ദേഹം അടിച്ചത്. പിന്നെ അലി കത്തനീസ് അവരുടെ മികച്ച ബാറ്റർമാരിൽ ഒരാൾ, അദ്ദേഹം 7 റൺസുമായിട്ട് വാഷിംഗ്ടൺ സുന്ദറിൻ്റെ പന്തിൽ ബൗൾഡായിട്ട് മടങ്ങി. പക്ഷേ ഓപ്പണർ ജോൺ ക്യാമ്പൽ സ്റ്റിൽ ക്രീസിലുണ്ട്. 145 പന്തുകൾ നേരിട്ട് 9 4ഉം 2 6ഉം അടക്കം 87 റൺസ് അടിച്ച് നിൽക്കുകയാണ്. ഷായ് ഹോപ്പ് 103 പന്തിൽ 8 4ഉം 2 6ഉം അടക്കം 66 റൺസ് അടിച്ചു നിൽക്കുന്നു. 173-ന് 2, സ്റ്റിൽ 97 റൺസ് പുറകിലാണ്. പക്ഷേ അതിശക്തമായിട്ടുള്ളൊരു ഫൈറ്റ് ബാക്ക്, അപ്രതീക്ഷിതമായ ഫൈറ്റ് ബാക്കാണ് നമ്മൾ കാണുന്നത്. എന്നാലും കളി ഇപ്പോഴും നമ്മുടെ കയ്യിൽ തന്നെ എന്ന് ഞാൻ പറയും. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോ എത്താം.